ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ജീവിതം വിജയിക്കാൻ ശരിക്കും പറഞ്ഞാൽ ചില തന്ത്രങ്ങൾ അറിയണം. തന്ത്രം എന്ന് പറഞ്ഞാൽ കുതന്ത്രങ്ങളല്ല, ശരിക്കും തന്ത്രങ്ങൾ. കുതന്ത്രം എല്ലാവർക്കും അറിയാം, പണിയൊപ്പിക്കാൻ. ഇവിടെ എല്ലാവരുടെ മനസ്സിലും ഒരു വ്യക്തത വേണം. എങ്ങനെയാണ് ജീവിതം ആരോഗ്യപൂർണ്ണമാവുക, സന്തോഷമുള്ളതാവുക? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഭഗവാൻ കൃഷ്ണൻ ഈ സീക്രട്സ് നമുക്ക് പറഞ്ഞു തരിക മാത്രമല്ല, ജീവിച്ച് കാണിച്ചു തന്നു. അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം വലിയ വിജ്ഞാനിയായിരുന്നു കാര്യത്തിൽ. ഭഗവാൻ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, കൃഷ്ണനെക്കുറിച്ചൊരു പഠനം നടത്തണമെന്ന്. കാരണം കുട്ടിക്കാലം മുതൽ, ജനിച്ചത് മുതൽ വളരെ ആക്റ്റീവാണ്. അതും പല അദ്ദേഹത്തിൻ്റെ ഒരു നമുക്ക് പറയാൻ ഒരു ടാസ്ക്, മൾട്ടി ഡയമെൻഷണൽ ഒരു എവല്യൂഷനായിരുന്നു ഭഗവാൻ കൃഷ്ണനിൽ. അതായത് ഡാൻസ് കളിക്കണോ ഡാൻസ്, പാട്ട് വേണോ പാട്ട്, നൃത്തം വേണോ നൃത്തം. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ ഒരു അംബാസഡർ ആവുന്നു പാണ്ഡവന്മാർക്ക് വേണ്ടിയിട്ട്, ദൂത് പറയുന്ന ഒരാൾ. അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ തേരാളിയാവണോ തേരാളിയാവുന്നു. ഇനി യുദ്ധത്തിൽ ചില സഹായങ്ങൾ വേണോ അത് കൃഷ്ണൻ ചെയ്യുന്നു. ഇനി കൗൺസിലിംഗ് കൊടുക്കണോ കൗൺസിലിംഗ്, ആത്മീയമായ പരമജ്ഞാനം ഉപദേശിക്കണോ അത്. നാരദ മഹർഷി കൃഷ്ണൻ്റെ വീട്ടിൽ ചെന്നു, ഭഗവാൻ കൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത് ഒരിക്കൽ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അദ്ദേഹം ആ വീട് കൊണ്ടു നടക്കുന്നത്, അത്ഭുതപ്പെട്ടിങ്ങനെ അന്തം വിട്ടു നിന്നു എന്നാണ്. കാരണം കൃഷ്ണൻ ചില സമയത്ത് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കണോ, വീട്ടിൽ ഭാര്യയെ സഹായിക്കുന്നു, അല്ലെങ്കിൽ പത്നിമാരെ, പിന്നെ രാജതന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നു, മന്ത്രിമാരുമായിട്ട് സംസാരിക്കുന്നു. എല്ലാ കാര്യത്തിലും വെരി വെരി ആക്റ്റീവായിരുന്നു കൃഷ്ണൻ. നമ്മളിങ്ങനെ ശിലാരൂപത്തിൽ കണ്ട് തൊഴുതു പോകുന്നു എന്നത് നമ്മുടെ കഴിവുകേട്, അത്രയുള്ളൂ. കൃഷ്ണൻ അങ്ങനെ ശിലാരൂപത്തിൽ ഒന്നും ചെയ്യാതെ അണിഞ്ഞൊരുങ്ങി നിന്ന ആളല്ല. കൃഷ്ണൻ വളരെ അധ്വാനിച്ച ആളാണ്, വളരെ ആക്റ്റീവായിട്ടിരുന്ന ആളാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത്, ആക്റ്റീവായിട്ടിരിക്കുന്നവർക്കൊരിക്കലും ഡിപ്രഷൻ വരില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞില്ലേ, ആക്റ്റീവായിട്ടിരിക്കുക. അത് കൃഷ്ണൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ജീവിച്ച് കാണിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി പലരും പലതരത്തിലുള്ള മാനസിക വിഭ്രാന്തികളിലേക്ക് പോകുന്നതിന് കാരണം അനാവശ്യ ചിന്തകളാണ്. അവർ വേണ്ടത് പ്രവർത്തിക്കുകയല്ല ചെയ്യുന്നത്, വേണ്ടാത്ത ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാമെന്ന്. ഏതായാലും ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാം എന്താണെന്ന്. അതായത് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം ആസന്നമായ സമയത്ത് ധൃതരാഷ്ട്രൻ ഒരു പണിയൊപ്പിച്ചു. സഞ്ജയനെ പറഞ്ഞയച്ച് പാണ്ഡവരുടെ മുന്നിൽ കുറേ സെൻറ്റിമെൻ്റ് അടിക്കാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹേ അർജുന, നിനക്ക് പ്രിയപ്പെട്ട ദ്രോണാചാര്യർ, നിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവര്യനെ നിനക്ക് എങ്ങനെ ആയുധം കൊണ്ട് കൊല്ലാൻ പറ്റും? ഹേ പാണ്ഡവരെ, ധർമ്മപുത്ര, ഭീഷ്മപിതാമകൻ്റെ ത്യാഗം നിങ്ങൾക്കറിയുന്നല്ലേ? അദ്ദേഹത്തെപ്പോലുള്ള കുരുവംശത്തിന് വേണ്ടി ത്യാഗം ചെയ്ത ഒരാളെ എങ്ങനെ നിങ്ങൾക്ക് യുദ്ധഭൂമിയിൽ ആയുധം ഉപയോഗിച്ച് കൊല്ലാൻ പറ്റും? ഇങ്ങനെ കുറേ സെൻറ്റിമെൻ്റ് പറഞ്ഞാൽ പാണ്ഡവർ മാനസികമായി തളർന്നു പോകും, വീര്യം ചോർന്നു പോകും. ധൃതരാഷ്ട്രൻ അറിയാമായിരുന്നു. ഈ സെൻറ്റിമെൻ്റ് അടിക്കാനാണ് സഞ്ജയനെ പറഞ്ഞയച്ചത് പാണ്ഡവ പക്ഷത്തിലേക്ക്. അങ്ങനെ സഞ്ജയൻ ധർമ്മപുത്രരോട് പറഞ്ഞു, പിതാമഹൻ്റെ ത്യാഗവും പിതാമഹൻ്റെ കൗരവ വംശത്തിലുള്ള സമർപ്പണവും മറ്റുമൊക്കെ കാണുമ്പോൾ ആ കുരുവിദ്ധ പിതാമഹനെ യുദ്ധക്കളത്തിൽ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് ശരിയാണോ എന്നിങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ, സഞ്ജയ, അപ്പോൾ ഈ യുദ്ധത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്തുവോ? എല്ലാം റെഡി ആയിട്ടുണ്ടോ? ഞങ്ങളുടെ ഭാഗമൊക്കെ ശരിയായിട്ടുണ്ട് അല്ലേ ധർമ്മപുത്ര, നമ്മൾ കാര്യങ്ങളൊക്കെ ഒരുക്കിയില്ലേ? അപ്പോൾ സഞ്ജയൻ പറഞ്ഞു, അല്ല ഞാൻ വന്നത്, അല്ല അതവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ, നിങ്ങൾ ഏതുവരെ കാര്യങ്ങളൊക്കെ ചെയ്തു, നാളെ നിങ്ങൾ എത്ര മണിക്കാണ്, എന്തൊക്കെയാണ്, എല്ലാം ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞുവല്ലോ, എല്ലാ കാര്യങ്ങളും. ഇതൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോണ്ടല്ലോ സഞ്ജയന് ടോപ്പിക്ക് മാറിപ്പോയി. സഞ്ജയൻ വന്നവിടെ ബ്രെയിൻ വാഷ് ചെയ്യാനാണ്. അവസാനം സഞ്ജയൻ്റെ ബ്രെയിൻ വാഷ് ചെയ്ത് കൃഷ്ണൻ വിട്ടു. സഞ്ജയൻ കുറേ കഴിഞ്ഞ് കൃഷ്ണൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ കൃഷ്ണൻ ചിരിച്ച് പറഞ്ഞു, സഞ്ജയൻ പോയിക്കോളൂ, ധൃതരാഷ്ട്രോട് പറയൂ നാളെ യുദ്ധക്കളത്തിൽ വെച്ച് കാണാം. കൃഷ്ണനാ സംസാരിക്കുന്നത്. അപ്പം ഭീമനും അർജുനനൊക്കെ കൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കി, അതെ പോയിക്കോളൂ എന്ന്. സഞ്ജയന് വലിയ വിഷമായി പോകുമ്പോൾ. കാരണം
ധൃതരാഷ്ട്രൻ പറഞ്ഞയച്ച കാര്യം അവതരിപ്പിക്കാൻ പറ്റിയില്ല. ഇപ്പം എന്തേ കൃഷ്ണൻ ചാടിക്കയറി പറയാൻ കാരണം വെച്ചാൽ ഇത്തരം സെൻറ്റിമെൻറ്റുകൾ അടിച്ചു കഴിഞ്ഞാൽ ഇത് പാണ്ഡവരെ മാനസികമായി തളർത്തും എന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു. ഇത് ധൃതരാഷ്ട്രൻ ഉപയോഗിച്ച ഒരു കള്ളക്കളിയാണെന്ന് കൃഷ്ണൻ നേരത്തെ മനസ്സിലാക്കി. അതാണ് കൃഷ്ണൻ്റെ സൈക്കോളജി. അതായത് വരുമ്പോൾ വാക്കുകൾക്ക് പിന്നിലുള്ള ഉദ്ദേശശുദ്ധി അതാരിൽ നിന്ന് വന്നു, ഏതൊരു കാരണം കൊണ്ടുണ്ടായി, എന്താണ് അതിൻ്റെ ഉദ്ദേശം, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തടയേണ്ടതിനെ തടയാൻ സാധിക്കുന്ന ആ ഒരു കഴിവുണ്ടല്ലോ, അത് കൃഷ്ണനിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് മറ്റൊരു രംഗം, അനവധി രംഗങ്ങളുണ്ട്, എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഉറപ്പിക്കുന്നത് മാത്രം. രണ്ടാമത്തത്, കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞു, പാണ്ഡവർ വിജയശ്രീലാളിതരായി. അപ്പോൾ ധർമ്മപുത്രരോട് ഭഗവാൻ പറഞ്ഞു, അച്ഛൻ്റെ സ്ഥാനത്തിന് ധൃതരാഷ്ട്രൻ മാത്രമേ ഉള്ളൂ. കാരണം ഭീഷ്മ പിതാമഹൻ ശരീരം ഉപേക്ഷിച്ചു, ദ്രോണാചാര്യർ മരിച്ചു, അങ്ങനെ കുറേ പേര്. ഇനിയിപ്പോൾ കൃപാചാര്യരുണ്ട്. ഭീഷ്മ പിതാമഹൻ്റെ സ്ഥാനത്ത് കൃപാചാര്യർക്കൊരു സ്ഥാനമുണ്ട്. അത് കഴിഞ്ഞ് ഉള്ളത് വിതുരനാണെങ്കിൽ ഇറങ്ങിപ്പോയിരിക്കുകയാണല്ലോ കൊട്ടാരത്തിൽ നിന്ന്. അപ്പോൾ ഇനി ആകെ ഉള്ളത് ധൃതരാഷ്ട്രൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ 100 മക്കളും മരിച്ചു, മകളുടെ ഭർത്താവും മരിച്ചു. അവരുടെയൊക്കെ മക്കളൊക്കെ ചത്തൊടുങ്ങി. ആ ധൃതരാഷ്ട്രനെ പോയി ഒന്ന് നമസ്കരിച്ചോളൂ, അച്ഛനെ പോലെ ഒന്ന് കണ്ട് ആദരിച്ചോളൂ. കാരണം ഇനിയിപ്പോൾ എല്ലാവരും ഹസ്തിനപുരത്തിലേക്കല്ലേ പോകുന്നത്. ധൃതരാഷ്ട്രൻ്റെ അടുത്തേക്ക് ധർമ്മപുത്രൻ ചെന്ന് കാൽക്കലൊക്കെ വീണ് ക്ഷമ ചോദിക്കുകയാണ്. എത്രയോ പ്രാവശ്യം ഞങ്ങൾ ഈ യുദ്ധം ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ ദുര്യോധനൻ വഴങ്ങിയില്ല. അദ്ദേഹം അങ്ങനെ പൊട്ടിപ്പൊട്ടിക്കരയാണ്. കാരണം തൻ്റെ ദുര്യോധനൻ പോയതിനുള്ള വിഷമം. അവസാനം ധർമ്മപുത്രനെ ആലിംഗനം ചെയ്തിട്ട്, സാരില്ല ഉണ്ണി, സാരില്ല, ഒക്കെ സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കണം എന്നൊക്കെ പറയാതെ കുറേ സെൻറ്റിമെൻറ്റ്. അത് കഴിഞ്ഞ് ധൃതരാഷ്ട്രൻ്റെ വായിൽ നിന്ന് അറിയാതെ വന്നുപോയി, എവിടെ പോയി എൻ്റെ ഉണ്ണി ഭീമസേനൻ? കൃഷ്ണൻ ഉടനെ തന്നെ ഭീമസേനോട് പറഞ്ഞു, അരുത്, ജ്യേഷ്ഠൻ പോകരുത്. പിന്നെ ഇരുമ്പ് കൊണ്ടൊരു രൂപം ഉണ്ടാക്കി വെച്ചിരുന്നു ഭീമൻ്റെ അതേ വണ്ണത്തിൽ. അത് ഭീമസേനൻ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കൃഷ്ണൻ ഇതൊക്കെ ഒരുക്കി വെച്ചിരുന്നു. ആ ഒരു ഇരുമ്പ് പ്രതിമയാണ് ധൃതരാഷ്ട്രൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് വെച്ച് പറഞ്ഞു, ഇതാ ഭീമസേനൻ വന്നിരിക്കണമെന്ന്. ആ ധൃതരാഷ്ട്രൻ അങ്ങോട്ട് ആലിംഗനം ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ആലിംഗനത്തിൽ ആ പ്രതിമ താവിട്ട് പൊട്ടിയേ, ഉണ്ണീന്നും പറഞ്ഞിട്ട് ആ പിടുത്തത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ തൻ്റെ പുത്രനായ ദുര്യോധനൻ്റെ തുടയെല്ലുകൾ ഭീമസേനൻ തല്ലി അടിച്ചുടയ്ക്കുന്ന രംഗവും, ദുശാസനൻ്റെ മാറ് കീറി നെഞ്ചിൽ നിന്ന് വരുന്ന രക്തമെടുത്തുകൊണ്ട് പാഞ്ചാലിയുടെ മുടി കെട്ടുന്ന രംഗങ്ങളൊക്കെയാണ് ആ ധൃതരാഷ്ട്രൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. ആ ഭീമസേനൻ ഒറിജിനലായിരുന്നു അവിടെ ചെന്നെങ്കിൽ കൊന്നുകാണും ധൃതരാഷ്ട്രം. അത്ര പക. ഇത് കൃഷ്ണൻ നേരത്തെ മനസ്സിലാക്കിയതുകൊണ്ട് ആ ഭീമസേനെ തടയേണ്ടടുത്ത് തടയാൻ സാധിച്ചു. അപ്പോൾ ഈ മനഃശാസ്ത്രമൊക്കെ കൃഷ്ണൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ഓരോരുത്തരുടെ ചിന്തയിലൂടെ, പ്രവൃത്തിയിലൂടെ അവരുടെ ഉള്ളിൽ എന്തു വൈകല്യങ്ങളുണ്ടെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു. അപ്പം അതുകൊണ്ട് ഭഗവാൻ നമ്മളോട് പറയുകയാണ്, എല്ലാം തികഞ്ഞിരിക്കുന്നു എന്ന് കരുതരുത്. പല വൈകല്യങ്ങളും ഉള്ളിലുണ്ട്. അതിലേറ്റവും വലിയ വൈകല്യമാണ് ആലസ്യം എന്ന് മനസ്സിലാക്കുക. അതാണ് നമ്മുടെ ജീവിതത്തെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനെ ജയിക്കാൻ നമുക്ക് സാധിക്കണം. അതിനാണ് നമ്മൾ ഉത്സാഹഭരിതരായി മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന വിധത്തിൽ ജീവിതത്തെ മാറ്റിയെടുക്കേണ്ടത്. അങ്ങനെ ശീലിക്കണം. എളുപ്പമല്ല. കാരണം ചില ശീലങ്ങൾ ചെറുപ്പത്തിൽ തന്നെ പരിശീലിച്ചില്ല എങ്കിൽ പിന്നീടത് രൂപപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടാവും. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. എന്നാൽ പിന്നീട് നാം എന്ത് തന്നെ വികസിപ്പിക്കാൻ നോക്കിയാലും മനസ്സ് പറയും, അമ്മാവാ തല്ലണ്ട, ഞാൻ നന്നാവില്ല, എനിക്ക് നന്നാവാൻ പറ്റും തോന്നുന്നില്ല, എനിക്കിതങ്ങോട്ട് ചെയ്യാൻ പറ്റും തോന്നില്ല. കോൺഫിഡൻസ് നമ്മുടെ കൂടെ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എപ്പോഴും ആലസ്യം പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും. ഇത് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും വിജയം നേടുന്നവർ. എനിക്ക് അമ്മമാരോടൊക്കെ പറയാനുള്ളത്, കുട്ടികൾ ഒരു 6, 7, 8 എത്തിയാൽ വീടുകളിൽ നിന്നും മാറ്റി താമസിപ്പിക്കണം.
അവർ ഹോസ്റ്റലിൽ, പ്രത്യേകിച്ച് ആശ്രമം പോലുള്ള ഹോസ്റ്റലിൽ അവിടെ പോയി താമസിക്കട്ടെ കുറച്ചല്ല. കാരണം ഒരു ചിട്ട വരും ജീവിതത്തിൽ. കാലത്ത് നേരത്തെ എഴുന്നേറ്റ് പിന്നീട് അവരുടെ ജീവിതം അങ്ങനെയാക്കും. ഞാനിത് നിങ്ങളോട് പറയുന്നത്, ഞാൻ കുറച്ചു കാലം ഒരു 1-2 വർഷം പല്ലാവൂർ ചിന്മയ മിഷൻ്റെ ആചാര്യനായിരുന്നു പാലക്കാട്. അപ്പോൾ അവിടെ ഹോസ്റ്റലുണ്ട്. ഞാൻ അവിടെ ആഴ്ചയിൽ 1-2 ദിവസം എനിക്ക് പോകാൻ സാധിച്ചിരുന്നുള്ളൂ, കാരണം വേറെയും പ്രവൃത്തികളുള്ളതുകൊണ്ട്. അപ്പോൾ ഈ 2 ദിവസം ഞാൻ കാലത്ത് കുട്ടികൾക്ക് ക്ലാസ് എടുക്കും. മോർണിംഗ് പ്രേയേഴ്സിന് ഞാൻ പോവും, ഈവനിങ് സത്സംഗിന് ഞാൻ ഉണ്ടാവും. ഇപ്പോൾ മോർണിംഗ് പ്രേയേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അന്ന് 5:30 മണിക്കോ 6 മണിക്കൊക്കെ ആയിരുന്നു എൻ്റെ ഓർമ്മ. വൈകുന്നേരത്തെ എന്തായാലും 6 മണിക്കാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് എനിക്ക് തന്നെ അത്ഭുതം വരാറുണ്ട്. ചില കുട്ടികൾ വന്നിട്ട്, അത് ഞാനുള്ള സമയത്ത് ഗേൾസും ബോയ്സും ഒക്കെ ഒരുമിച്ചാണ് സത്സംഗ് ഹാളിൽ ഇരിക്കുക, അല്ലെങ്കിൽ അവർ ബോയ്സിന് സെപ്പറേറ്റും ഗേൾസിന് സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ ഈ സമയത്തുണ്ടല്ലോ കുട്ടികൾ എന്തൊരു ഉത്സാഹത്തിലാണ് രാവിലെ വന്ന് ഷീറ്റൊക്കെ വിരിച്ചു, അവർ വിളക്ക് കൊളുത്തി. അതൊരു പ്രെയർ ഹാളും കൂടിയാണ്. അപ്പോൾ എനിക്കിരിക്കാനുള്ള സ്ഥലമൊക്കെ വൃത്തിയാക്കി വെച്ചു, എല്ലാം അത് നല്ല ഒരു കുഷ്യനൊക്കെ ഇട്ട് ഗംഭീരാക്കി. കണ്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ കുട്ടികളെ തൊഴാൻ തോന്നും. ഞാൻ പിൽക്കാലത്ത് ഞാനതിൽ 1-2 കുട്ടികളെയൊക്കെ പിന്നീട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അവരൊക്കെ നല്ല സ്മാർട്ടായിട്ട് നല്ല കുട്ടികളായിട്ട് മാറുന്ന കാണാൻ സാധിച്ചു. ഞാനിത് വേറെ പൊങ്ങച്ചം പറയില്ല, ഇറ്റ്സ് എ ഫാക്റ്റ് ഐ ആം ടെല്ലിങ്. അപ്പോൾ ഈ കുട്ടികളുടെയൊക്കെ ജീവിതത്തിലുണ്ടായ മാറ്റമുണ്ടല്ലോ, അത് ആ കൃത്യനിഷ്ഠയിൽ അവരാ ശീലിക്കുകയാണ്. ഞങ്ങൾ പോയിട്ട് ഈ ഹാള് ശരിയാക്കണം, ഹാളിൽ പലരും വരുമ്പോഴേക്കും അവർക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റണം, എല്ലാവർക്കും കംഫർട്ടുണ്ട്. അതും ആരും പറഞ്ഞിട്ടൊന്നുമല്ല. ഒരു ഹോസ്റ്റലിൽ 2 ഹോസ്റ്റലിലും വാർഡന്മാരുണ്ട്, അവരൊന്നും ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടൊന്നുമല്ല. ഇവർ നേരത്തെ പെർമിഷൻ, സാർ ഞങ്ങൾ പോയി ഹാള് ശരിയായിക്കോട്ടെ, സാർ ഞങ്ങൾ പോയി മൈക്കൊക്കെ പിള്ളേരെ ഓപ്പറേറ്റ് ചെയ്യണത് എല്ലാം പിള്ളേരുടെ കയ്യിലാണ്. ഈ തരത്തിൽ അവരുടെ ആ ഒരു ആക്ടിവിറ്റി നമുക്ക് പോലും സന്തോഷമാണ്. അതുകൊണ്ടായിരിക്കാം പിൽക്കാലത്ത് ഞാനും അവരെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നിയത്. അപ്പം അതുകൊണ്ട് ഇതൊരു സത്യമാണ് കൃഷ്ണൻ പറയുന്നത്. നമ്മളൊക്കെ വെറുതെ ഇരുന്നാൽ തുരുമ്പ് പിടിക്കും, കൊള്ളരുതാത്തവരാകും. അതുകൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റൂ. എന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകട്ടെ, എനിക്കെന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉത്സാഹഭരിതരായിട്ട് നാം ജീവിക്കാൻ തുടങ്ങിയാൽ ഡിപ്രഷൻ എന്നൊരു രോഗം വരില്ല. എന്ന് മാത്രമല്ല, നാം ചെയ്യുന്ന കർമ്മത്തിൻ്റെ പ്രതികർമ്മം, അതായത് റിസൾട്ട് നമുക്കും സന്തോഷ രൂപത്തിൽ അപ്രിഷിയേഷനായിട്ട് വളരെയധികം നമുക്ക് ബഹുമാനം കിട്ടുന്ന വിധത്തിൽ തിരിച്ചു വരും. അതുകൊണ്ട് ഭഗവാൻ ഇനി അടുത്ത ശ്ലോകത്തിൽ ഇത് തുടർന്നുകൊണ്ട് പറയുന്നു. ഉത്സീതേയുരിമേ ലോകാം ന കുര്യാം കർമ്മ ചേദഹം സങ്കരസ്യ ച കർത്താസ്യാം ഉപഹന്യാമി മാ പ്രജാം. ഉത്സീതേയുരിമേ ലോകാം ന കുര്യാം കർമ്മ ചേദഹം സങ്കരസ്യ ച കർത്താസ്യാം ഉപഹന്യാമി മാ പ്രജാം. ന കുര്യാം ചേത്, ഞാൻ ഒരു കർമ്മവും കുര്യാത് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് കുര്യാത് എന്നൊക്കെ പറഞ്ഞാൽ കുര്യന്മാരെന്നൊക്കെയാണ്. ഇവിടെ കുര്യനെക്കുറിച്ചല്ല പറയുന്നത്. കുര്യാത് സംസ്കൃതി പറഞ്ഞാൽ ചെയ്യാതിരുന്നാൽ, കുര്യാത് ഞാൻ ചെയ്യാതിരുന്നാൽ എന്താണ്? ഇമേ ലോക ഉത്സീതേയു, ഈ ലോകത്തിലുള്ള ജനങ്ങൾ ഉത്സീതം എന്ന് പറഞ്ഞാൽ താഴോട്ട് പോവും. അവരുടെ ആ ഒരു വർക്ക് ക്വാളിറ്റി ഇല്ലാതെയാവും, അവരുടെ ആ ഒരു ഊർജ്ജശക്തി കുറഞ്ഞു പോവും, അല്ലെങ്കിൽ അവർ ക്രമേണ കഴിവില്ലാത്തവരായി മാറും. ഈ ഒരു വാക്ക് വളരെ പ്രധാനമാണ്. നമ്മുടെ കേരളത്തിനൊക്കെ പറ്റിയ ഒരു വലിയ ശാപം ഇതായിരുന്നു. അതായത് ഇവിടുത്തെ വിദ്യാഭ്യാസവും ഇവിടുത്തെ തൊഴിൽ സമരങ്ങളൊക്കെ കൊണ്ടെത്തിച്ചത് ഈ കേരളത്തെ ഒരു അടിമ സംസ്ഥാനമായിട്ടാണ്. നമുക്കത് അറിയുന്നില്ല എന്ന് മാത്രം. സത്യത്തിൽ നമ്മൾ അടിമകളാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റ് സംസ്ഥാനങ്ങൾ വല്ലതും ഉണ്ടാക്കിയാൽ നമുക്ക് കഴിക്കാം എന്നൊരവസ്ഥയിലേക്ക് നാം അധപ്പതിച്ചു പോയി. നാം അത്ര അടിമകളായിപ്പോയി. എന്നാൽ ഇവിടുത്തെ വിദ്യാഭ്യാസം, ഇവിടുത്തെ കഴിവും, ഇവിടുത്തെ എല്ലാം ഉണ്ട്. പക്ഷെ എന്തു പറ്റി? സമരം, ഒന്നും ചെയ്യില്ല, അലസത, തൊഴിലില്ലാതെ വേതനം മേടിക്കുന്ന നോക്കുകൂലി സംസ്കാരം. ഈ രാജ്യം എങ്ങനെ നന്നാവും? അപ്പം ഈ ആലസ്യം പഠിപ്പിച്ചു ജനങ്ങളെ, അവരുടെ കഴിവുകളെ മുഴുവൻ സപ്രസിച്ചു. വാസ്തവത്തിൽ കമ്മ്യൂണിസം എന്നൊരാശയം ലോകത്തിൽ തകരാൻ കാരണം ബീഡിയിലും
കള്ളിലും മനുഷ്യജീവിതം ഒതുക്കിയത് കൊണ്ടാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലുള്ള സർഗാത്മകമായ കഴിവുകൾ വികസിക്കണമെങ്കിൽ അവൻ കർമ്മനിരതനായിരിക്കണം. കാരണം നിരന്തരമായ കർമ്മശക്തിയുള്ള മനസ്സുകൾക്ക് ദുർബലന്മാരാവാൻ സാധ്യമല്ല. അവർ വളരെ ആക്റ്റീവാണ്. ഇന്നിപ്പം മെഡിക്കൽ സയൻസ് തന്നെ പറയുന്നു, രാവിലെ മുതൽ നിങ്ങൾ കുറച്ചു നേരം അധ്വാനിച്ചു നോക്കൂ, നിങ്ങളുടെ ഷുഗർ ലെവൽ ഒക്കെ ആയിരിക്കും, ബ്ലഡ് പ്രഷർ ഒക്കെ ആയിരിക്കും. ഇന്ന് കേരളം എന്താ ലോകത്തിലെ ഏറ്റവും വലിയ രോഗികളുടെ നാടാക്കി മാറ്റി ഈ രാഷ്ട്രീയക്കാർ. അലസത പഠിപ്പിച്ച് കഴിക്കുക, വെറുതെ ഇരിക്കുക. അപ്പം നാം എത്രമാത്രം ഊർജം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഊർജ്ജമുണ്ടല്ലോ, അത് കത്തിച്ചു കളയണം. എങ്ങനെ കത്തിക്കുക? അധ്വാനിക്കുമ്പോൾ അത് കത്തി. വണ്ടി ഓടിയാലല്ലേ ഫ്യൂവൽ തീരുള്ളൂ. ഇതുപോലെ നാം എത്ര മെൻ്റലി ഫിസിക്കലി ഇൻവോൾവ് ആവുന്നോ, ഒരു പക്ഷേ നിങ്ങൾക്ക് ഫിസിക്കലി വർക്ക് ചെയ്യാൻ പറ്റില്ല, മെൻ്റലി ഇൻവോൾവ് ആയാൽ പോലും നിങ്ങളുടെ എനർജി നിങ്ങളുടെ ഉള്ളിൽ നിന്നും എക്സോസ്റ്റഡ് ആയി തീർന്നു, അത് ബേൺ ചെയ്തു പോയി. അപ്പം അങ്ങനെയുള്ളവർക്ക് രോഗങ്ങൾ കുറവാണ്. എന്നാൽ വെറുതെ ഇരുന്ന് കഴിച്ച് അധികം അധ്വാനമില്ലാതെ ജീവിക്കുമ്പോൾ വലിയ രോഗങ്ങളാണ്. അങ്ങനെയുള്ളവർക്കുള്ള മറുപടിയാണ് കൊറോണ കൊടുത്തത്. എത്ര നമ്മൾ അലസതയിൽ ജീവിക്കുന്നു, എത്ര നമ്മൾ നമ്മുടെ സുഖത്തിൽ ജീവിക്കുന്നു, രോഗങ്ങളാണ് നമ്മുടെ കൂട്ടുകാരെന്നറിയാം. എത്ര നമ്മൾ ഉത്സാഹത്തോടെ മറ്റുള്ളവർക്ക് സന്തോഷം പകർന്ന് ജീവിക്കുന്നു, നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് അറിയില്ല. എന്ന് മാത്രമല്ല, രോഗങ്ങൾക്ക് പോലും നമ്മളെ തോൽപ്പിക്കാൻ സാധ്യമല്ല. കാരണം ഉത്സാഹം, സാഹസം, ധൈര്യം ഇതൊക്കെ എവിടെ ഉണ്ടോ അവിടെ രോഗമില്ല, അവിടെ രോഗത്തിന് സ്ഥാനമില്ല. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത്, ഞാൻ ഇവിടെ അധ്വാനിച്ചിട്ടില്ല. അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുക, അല്ല അധ്വാനിക്കുക എന്നല്ലാതെ എനിക്ക് എന്നിൽ നിക്ഷിപ്തമായ ജോലി മാത്രം ചെയ്യുന്നതല്ല അധ്വാനം. കണ്ടറിഞ്ഞ് ചെയ്യുക എന്ന് പറയില്ലേ, കണ്ടറിഞ്ഞ് ഉത്സാഹത്തോടു കൂടി ചെയ്യുക. ആ കണ്ടറിഞ്ഞ് ചെയ്യാൻ ഞാൻ തയ്യാറല്ലെങ്കിൽ ഉത്സീതേയു, ഈ ലോകം നശിച്ചു പോകും. കൃഷ്ണന് വേണമെങ്കിൽ യുദ്ധക്കളത്തിൽ നിന്ന് മാറി നിൽക്കാമായിരുന്നു, പക്ഷെ അതേ നിന്നില്ല. അദ്ദേഹം സാരഥ്യം ഏറ്റെടുത്തു. അർജുനൻ തളർന്നപ്പോൾ കൃഷ്ണന് അതനുസരിച്ചാൽ മതിയെന്നു. അർജുനൻ ഗീതോപദേശം കൊടുത്ത് അർജുനൻ ഉത്സാഹഭരിതനാക്കി. കൃഷ്ണൻ ഓരോ ഘട്ടത്തിലും പലതിൽ നിന്നും മാറി നിൽക്കാമായിരുന്നു, പക്ഷെ മാറിയില്ല. കൃഷ്ണൻ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം നമ്മളോട് ഇതാ പറയണത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് വൃഥാ കളയാൻ ഉണ്ടാവാതിരിക്കട്ടെ. കർമ്മനിരതരായി ഉത്സാഹത്തോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും മാനസികമായി തളരില്ല എന്നത് 101% ഉറപ്പു തരാം. അപ്പം മാനസികമായൊരു സന്തോഷത്തിൽ എങ്ങനെ ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷത്തോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഇനിയിപ്പം നിങ്ങൾക്ക് സ്വന്തം എന്താ പറയുക, വീട്ടിൽ അത്രയൊന്നും പ്രവൃത്തി ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല, ഓഫീസ് കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾ സന്തോഷത്തോടുകൂടി ജപിക്കുന്നു, ധ്യാനിക്കുന്നു, പ്രാണായാമം തുടങ്ങിയൊക്കെ ചെയ്യുന്നു. എല്ലാം ഒരു ഉത്സാഹത്തോടുകൂടി ചെയ്തു നോക്കൂ. യാന്ത്രികമായി, മെക്കാനിക്കലായി, അലസമായി ചെയ്യാതെ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ പോലും നിങ്ങളും തളരില്ല, നിങ്ങളുടെ കൂടെയുള്ളവരും തളരില്ല. അപ്പോൾ ഈ ഉത്സാഹമാണ് ഒരു വീടിൻ്റെ ഊർജം. ആലസ്യമാണ് ഒരു വ്യക്തിയുടെ രോഗം, ആ വീട്ടുകാരുടെ രോഗം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം രാവിലെ മുതൽ ഉത്സാഹഭരിതരായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം പകരുന്ന കർമ്മങ്ങളിൽ നിരതരായാൽ ആ വീട് സ്വർഗമാണെന്ന് മനസ്സിലാക്കിക്കോളൂ. ഏതൊരു വ്യക്തിയാണോ ആലസ്യത്തിൽ ജീവിക്കുന്നത്, അലസമായി ജീവിക്കുന്നത്, മറ്റുള്ളവർ തനിക്ക് വേണ്ടി എല്ലാം ചെയ്യണം, തനിക്ക് സുഖം പകരണം എന്ന് വിചാരിക്കുന്നത്, മനസ്സിലാക്കിക്കോളൂ, അത്തരം വ്യക്തികൾ രോഗികളാണ്. അവർക്കുള്ളതാണ് ഈ വൈറസുകൾ, അവർക്കുള്ളതാണ് രോഗങ്ങൾ. അങ്ങനെയുള്ള വ്യക്തികൾ മറ്റുള്ളവർക്ക് പോലും ഒരു അനാരോഗ്യ ജീവിതമായിരിക്കും ഉണ്ടാകുക. കാരണം കുറേ കഴിഞ്ഞാൽ അവരെ മടുത്തു പോകും, കുറേ കഴിഞ്ഞാൽ ആ വ്യക്തിയോടൊരു വിരസത വരും. ഊർജമില്ലാത്തവരോട് വിരസതയായിരിക്കും മറ്റുള്ളവർ ഓർത്തോളും. ഇപ്പം നിങ്ങൾ എത്ര അലസമായി ജീവിക്കുന്നോ അത്ര നിങ്ങളെ മറ്റുള്ളവർ കൈവിട്ടുണ്ടാവും, അത്ര നിങ്ങളെ പരിഗണിക്കില്ല. നിങ്ങൾ വിചാരിക്കുമോ നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷേ വാസ്തവത്തിൽ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവില്ല. ഊർജത്തോടു കൂടി ജീവിക്കുന്നവരെയാണ് ലോകമെന്നും ആദരിച്ചത്. അതെപ്പോഴും ഓർക്കുക നിങ്ങൾ. ഇതൊക്കെ സത്യമാണ് ഈ കൃഷ്ണൻ പറയുന്നത്. ഇന്ന് നമ്മുടെ വീടുകളൊക്കെ ആലസ്യ കേന്ദ്രങ്ങളാണ്. ആലസ്യത്തിൻ്റെ നമ്പർ 1 സെൻറ്റർ. പ്രത്യേകിച്ച് രാത്രി ഒരുപാട് സമയം ഉറക്കൊഴിഞ്ഞിരിക്കുക, അതും വേണ്ടാത്ത കാര്യങ്ങൾ. അങ്ങനെ കുട്ടികളാണെങ്കിൽ ഇന്ന് ചാറ്റിങ്ങും സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായതുകൊണ്ട് അതിലാണ് പലരും. എന്നാലൊരു സമയം വെക്കണം നമ്മൾ. ഈ സമയം കഴിഞ്ഞാൽ ഞാൻ തൊടില്ല. അതുപോലെ രാവിലെ ഇത്ര സമയത്ത് ഞാൻ എണീറ്റിരിക്കണം. നമ്മൾ പ്രാണായാമം അങ്ങനെ ഓരോന്നും
ശീലങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. തുടക്കത്തിൽ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അലസമാവാൻ പറ്റില്ല. അരെ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു ആനന്ദം നിങ്ങൾ കണ്ടെത്തും. അങ്ങനെ ആനന്ദം കണ്ടെത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ആനന്ദം മറ്റുള്ളവരിലേക്കും പകരാൻ പറ്റും. അപ്പം അങ്ങനെ ഊർജം നമ്മുടെ ഉള്ളിൽ വർദ്ധിപ്പിച്ചും ആ ഊർജത്തെ പകർന്നു കൊടുത്തും അങ്ങനെ ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് ജീവിതത്തിന് തന്നെ ഒരു എക്സിസ്റ്റൻസ്, നമ്മൾ പറയില്ലേ ജീവിച്ചു എന്നതിൻ്റെ ഒരു കൃതാർത്ഥതയുള്ളത്. അപ്പം അങ്ങനെയുള്ള ജീവിതം ജീവിക്കാൻ എളുപ്പമല്ല എന്ന് പറയാൻ കാരണം യു ഹാവ് ടു റീസെറ്റ് യുവർ സെൽഫ്. നമ്മൾ ചില ഉപകരണങ്ങളൊക്കെ എങ്ങാനും അത് ഇൻ ഡിഫോൾട്ട് എന്തെങ്കിലും സ്റ്റക്ക് ആവുകയോ പ്രശ്നങ്ങളുണ്ടാക്കുകയോ നമ്മൾ എന്ത് ചെയ്യും, റീസെറ്റ് ചെയ്യും. അപ്പം അങ്ങനെ റീസെറ്റ് ചെയ്തെടുക്കണം നമ്മളെ. ഇപ്പം നമ്മുടെ മനസ്സൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അലസത, എൻ്റെ സുഖത്തിന് വേണ്ടി, എൻ്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ എണീക്കണു, എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കണം, അത് വിടണം. അത് നമ്മൾ ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ മാറ്റി പറയണം, എനിക്ക് ഉത്സാഹം വേണം, ഊർജം വേണം, ഉന്മേഷം വേണം, മറ്റുള്ളവർക്ക് സന്തോഷം പകരണം. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തെ കൊണ്ടു നടന്ന് ഒരു ലോകം ഞാൻ സൃഷ്ടിക്കും, ഒരു സ്വർഗം ഞാൻ സൃഷ്ടിക്കും. നരകം സൃഷ്ടിക്കാൻ എല്ലാവർക്കും എളുപ്പം പറ്റും. നരകം സൃഷ്ടിക്കേണ്ട, നിങ്ങൾ നരകമാക്കാൻ നിങ്ങൾ അലസനായാൽ മതി, നരകമായിക്കോളും. അപ്പം അതുകൊണ്ട് നരകം സൃഷ്ടിക്കുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നു. ഇവിടെ ബോംബ് വെച്ചിട്ടും സ്വയം ചാവേറായും മറ്റുള്ളവരെ ഉപദ്രവിച്ചും ബുദ്ധിമുട്ടിച്ചും ഇവിടെ നരകം സൃഷ്ടിച്ച് സ്വർഗം സ്വപ്നം കാണുന്നവരാണ്. ഒരു കാര്യം ഓർക്കണം, ഇവിടെ നരകം സൃഷ്ടിച്ചവൻ്റെ മനസ്സ് സ്വർഗത്തിൽ പോയാൽ അവിടെ നരകം. കാരണം ആ ആറ്റിറ്റ്യൂഡ് അവന് മാറ്റാൻ പറ്റില്ല. ചിന്തകളെ നശിപ്പിക്കാൻ സാധ്യമില്ല. ചിന്തകൾക്കൊരിക്കലും നാശമില്ല. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ തന്നെ പരീക്ഷിച്ചോളൂ. ഇവിടെ ഒരാൾ വളരെ നെഗറ്റീവായി ചിന്തിക്കുന്ന ഒരാളെ വേറെ എൻവയറമെൻറ്റിൽ കൊണ്ടുപോയിട്ടാലും അയാൾ അവിടെയും നെഗറ്റീവാണ്. ഒരു കൊച്ചു കഥ പറഞ്ഞാൽ ഇന്നത്തെ ഉപസംഹരിപ്പിക്കാം. പണ്ട് അക്ബറുടെ കൊട്ടാരത്തിൽ ഒരു മന്ത്രി, കൈക്കൂലിക്കാരൻ, നമ്പർ 1 കൈക്കൂലിക്കാരൻ. അപ്പം ഇദ്ദേഹം കൈക്കൂലി മേടിക്കണമെന്നുള്ള പരാതി കേട്ട് അക്ബർ ഇയാൾക്കൊരു പണി കൊടുത്തു. ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി അദ്ദേഹത്തിനെ ഒരു കടൽ തീരത്തിരുത്തി, ഗുജറാത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത്. എന്നിട്ട് പറഞ്ഞു, തൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ തിരമാലകൾ എണ്ണല്ല, തിരമാല എണ്ണിക്കൊള്ളണം. അങ്ങനെ ഈ വ്യക്തി കടൽ തീരത്തിരുന്ന് തിരമാല എണ്ണാൻ തീരുമാനിച്ചു. അയാൾക്കതാ ജോലി. അവിടെ ഒരു ഷെഡൊക്കെ കെട്ടിക്കൊടുത്തു, അടുത്തൊരു സ്ഥലത്തൊരു വീടൊക്കെ വാങ്ങിച്ച് റെഡി കൊടുത്തു. ഒരു 6 മാസം കഴിഞ്ഞ് രാജാവിന് വീണ്ടും പരാതി, ഇവൻ കടൽ തിരമാല എണ്ണിക്കൊണ്ട് കോടീശ്വരനായിരുന്നു. തിരമാല എണ്ണിയിട്ട് കോടീശ്വരനാവും, അതൊരു അത്ഭുതമാണല്ലോ, ഇവൻ മഹാവില്ലനാണല്ലോ. രാജാവ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പറഞ്ഞു, രാജൻ നിങ്ങളൊരു തോണിയായിട്ട് ചെല്ലും, അപ്പം അറിയാൻ പറ്റും. അപ്പം രാജാവ് ഒരു ദിവസം ഒരു മുക്കുവൻ്റെ രൂപമൊക്കെ എടുത്ത് ഒരു ബോട്ടിൽ അങ്ങനെ കയറി ആ വഴിക്ക് പോവുകയാണ്. അപ്പം ഇവൻ്റെ ഏജൻറ്റുമാരുണ്ട്, ഈ മന്ത്രിയുടെ, തടഞ്ഞു നിർത്തി. ആരാ അവിടെ, നിർത്തൂ, ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് തോണി കൊണ്ടുപോകാൻ പാടില്ല. അപ്പം ചോദിച്ചു, അതെന്താ? കാരണം മന്ത്രിക്ക് കൽപ്പന കൊടുത്തിട്ടുണ്ട് രാജാവ് തിരമാല എണ്ണാൻ. അതുകൊണ്ട് നിങ്ങളുടെ തോണി പോയാൽ തിരമാല വരുന്നത് നിൽക്കും. അപ്പം പിന്നെ തിരമാല എണ്ണാൻ പറ്റില്ല, രാജാവിൻ്റെ ഉത്തരവ് പാലിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പരാതി പറഞ്ഞാൽ നിങ്ങളെ പിടിച്ച് അകത്തിടും രാജാവ്. അല്ല, എനിക്ക് മത്സ്യം പിടിക്കാൻ പോയല്ലേ പറ്റുള്ളൂ, ഈ വഴിക്കല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആ വഴിക്ക് പോയേ പറ്റുള്ളൂ എങ്കിൽ അപ്പം നിങ്ങൾ ചില അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ എന്താ അഡ്ജസ്റ്റ്മെൻറ്റ്? അല്ല, മന്ത്രിയെ കാണേണ്ട പോലെയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് പോവാം. ഇപ്പം എങ്ങനെയാണ് കാണേണ്ടത് പറയൂ. അതായത് നിങ്ങൾക്കറിയില്ലേ ഇപ്പോൾ കാണേണ്ട രീതിയിൽ ഇപ്പം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണോ? എല്ലാവർക്കും അറിയണ കാര്യമില്ലേ കാണേണ്ട രീതി എന്താണെന്നുള്ളത്? അതൊക്കെ പറയാനുണ്ടോ? തുറന്നു പറയൂ, എന്താ ഇപ്പോൾ വേണ്ടത്? അല്ല, എന്തുണ്ട് കയ്യിലിപ്പം? പറഞ്ഞു, അയ്യോ ഞാൻ പൈസ ഒന്നും എടുത്തില്ലല്ലോ. തിരിച്ചു പോയിട്ട് വല്ലതൊക്കെ എടുത്തുകൊണ്ടോ, എന്നാൽ നിങ്ങൾക്ക് ക്രോസ് ചെയ്യാം. അല്ല, എത്ര വേണം സാമാന്യം? അല്ല, നിങ്ങൾക്കറിയില്ലേ മാഷെ, ഒരു മന്ത്രിക്ക് കൊടുക്കേണ്ടത് മാന്യമായിട്ടുള്ളൊരു സംഖ്യയാണെന്നുള്ളത്, അതൊക്കെ എടുത്തു കൊണ്ടുപോകാം. അങ്ങനെ രാജാവ് പോയി വേഷം മാറി തിരിച്ച് രാജാവിൻ്റെ രൂപത്തിൽ അദ്ദേഹം തോണിയിൽ വരികയാണ്. അപ്പോൾ നിർത്തും, ഇയാളെ കണ്ടില്ല, ആരാ രാജാവാണെന്നും കണ്ടില്ല, കാരണം വേഷമൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം വസ്ത്രം കൊണ്ട് മറച്ചിട്ടാണ്. അപ്പം തോണി തുഴഞ്ഞു. അവിടെ നിൽക്കും, ഞങ്ങളിപ്പോൾ രാജാവിനോട് പരാതി പറയും, നിങ്ങളാരാ അതിൽ ക്രോസ് ചെയ്യാൻ? അപ്പം പറഞ്ഞു, എന്താ പറയുക, ഇദ്ദേഹം മുഖം കാണിച്ചു. രാജ ഞെട്ടിപ്പോയി. രാജാവ് തോണിയിൽ നിന്ന് ഇറങ്ങി മന്ത്രിയെ വിളിച്ചിട്ട് ചോദിച്ചു, എവിടെ പോയി സമ്പാദ്യമൊക്കെ എനിക്ക് കാണിച്ചു തരണമെന്ന്. അങ്ങനെ രാജാവ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നും തൻ്റെ സമ്പാദ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയെന്നും
കാണിച്ചു കൊടുത്ത കോടികളാണ് അയാൾ സമ്പാദിച്ചത്. നോക്കൂ, തിരമാല എണ്ണീട്ട് കോടികൾ ഉണ്ടാക്കിയ ആളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ? അതാ പറഞ്ഞ, കള്ളൻ എവിടെ പോയാലും കള്ളത്തരേ കാണിക്കുള്ളൂ, ദുഷ്ടൻ ഏത് സ്വർഗത്തിൽ പോയാലും ദുഷ്ടത്തരേ കാണിക്കുള്ളൂ. അതുകൊണ്ട് ഇവിടെ ദുഷ്ടത്തരമുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോയിട്ടും കാര്യമില്ല. അങ്ങനെയാണല്ലോ പാവം ചില തീവ്രവാദികൾ പഠിക്കുന്നത്. ഇവിടെ ചാവേറായാൽ അവിടെ എന്താണ് വേറെന്തോ ഏറ് കിട്ടുന്നതാണ്. അങ്ങനെ ഒരു ഏറും കിട്ടില്ല. ഇവിടുത്തെ ചാവേറ അവിടെയും ചാവേറ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ സ്വർഗമുണ്ടാക്കാൻ എന്താ വഴി? നിങ്ങളുടെ വീടുകൾ സ്വർഗമാക്കാൻ, നിങ്ങളുടെ ഓഫീസുകൾ സ്വർഗമാക്കാൻ സന്തോഷത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാവട്ടെ എന്ന സദ്ഭാവനയോടുകൂടി അവനവൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മളും നശിക്കില്ല, നമ്മുടെ കൂടെയുള്ളവരും നശിക്കില്ല. ശരിയല്ലേ? ഏതായാലും ഇതിനെക്കുറിച്ച് ഒന്നുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാം, ഹരി ഓം.